ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനർത്ഥം എക്സാം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന്. നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിഗ്രി പ്രിലിംസ് എക്സാംസിനൊക്കെ നമ്മുടെ മാത്സിൻ്റെ പാർട്ടിയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമുക്കിന്നൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ നമ്പേഴ്സ് എന്ന് പറയുമ്പം ഈ വോൾ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ് അങ്ങനെയൊക്കെയുള്ള പാർട്ടിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ LCM, HCF ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഫ്രാക്ഷൻസിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിലും അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ നിന്ന് ഏതിനെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഒരാളുടെ ഏജ് തന്നിട്ട് കുറേ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറൊരാളുടെ ഏജോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, ആരാണ് ഏറ്റവും എൽഡർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണാൻ. പിന്നെ ടൈം ആൻഡ് വർക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കുറച്ച് വർക്കേഴ്സിനെ തന്നിട്ട് ഇത്ര ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്ത് അതല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ദിവസം കുറച്ചാൽ അങ്ങനെയൊക്കെയുള്ള പല കണ്ടീഷൻസിലും വരാം. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ അറിയാമായിരിക്കുമല്ലോ, അതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത് രണ്ടിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും രണ്ട് പാർട്ടിയിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഉള്ളത് കലണ്ടർ എന്ന് പറയുമ്പം നമ്മുടെ സിമിലർ ഇയർ ഏതാണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ കലണ്ടറിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഡേറ്റ് ഒരു ഇയറിൽ തന്നിട്ട് ഒരു ഡേ പറയും, എന്നിട്ട് അടുത്ത വേറെ ഏതെങ്കിലും ഒരു ഇയർ തന്നിട്ട് അപ്പോൾ ഡേറ്റ് ഏതായിരിക്കും, ഡേ ഏതായിരിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ക്ലോക്കിൽ മിക്കവാറും ചോദിക്കുന്നത് നമ്മുടെ ആംഗിൾ കണ്ടുപിടിക്കാനായിരിക്കും, അതല്ലെങ്കിൽ മിറർ ഇമേജ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അതുപോലെ ഏരിയ, വോളിയം അവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷേപ്പൊക്കെ തന്നിട്ട് അതിനെ വേറെ കാർവ് ചെയ്ത് വേറൊരു ഷേപ്പാക്കുന്നു, അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും, അതൊക്കെ ആയിരിക്കാം മിക്കവാറും. അല്ല ഡയറക്റ്റ് ചോദിക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ ക്യൂ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ക്യൂവിൽ ലെഫ്റ്റിൽ നിന്ന് ഇത്രാമത്തെ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഇത്രാമത്തെ, ഫ്രണ്ടിൽ നിന്ന് ഇത്രാമത്തെ പൊസിഷൻ, അതല്ലെങ്കിൽ പേരുടെ രണ്ട് കണ്ടീഷൻസൊക്കെ തന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നായിട്ട് ഓരോ ദിവസം ഓരോ പാർട്ടിൻ്റെത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വീതം ചെയ്തു പോയാൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.